സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം. അതിൽ പറഞ്ഞ 3 എക്സാംസിനും എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടി നിങ്ങൾ എന്താ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് യൂട്യൂബ് ചാനൽ. ഐ ആം അഞ്ജിത. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ. നമ്മൾ ഈ ചാനലിൽ നമ്മുടെ സഹകരണ മേഖലയിൽ സംബന്ധിച്ച് വരുന്ന ജോലി അവസരങ്ങളും അതുപോലെ എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ നോട്ടിഫിക്കേഷൻസും അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസും എല്ലാം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സക്സസ് സീരീസ് ആണ്. അതായത് നമുക്കറിയാം ഈ ഒരു വർഷം എന്താണ്, ഈ ഒരു വർഷം നമുക്ക് ഈ സഹകരണ മേഖലയിൽ ജോലി സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് എന്താ ഒരു ഡബിൾ ലോട്ടറിയാണ് അല്ലെ. കാരണം CSEB-യുടെ എക്സാംസ് ഉണ്ട്, അതുപോലെ PSC-യുടെ ഉണ്ട്. ഏപ്രിലിൽ തന്നെ നമുക്ക് എന്താ ഒരു 3 എക്സാംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ JCA-യുടെ എക്സാം നമുക്ക് എന്താ 4-5 വർഷം കൂടുമ്പോഴേക്കാണ് JCA-യുടെ എക്സാം വരുന്നത്. അപ്പൊ ഈ 2024 സെപ്റ്റംബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ടു നവംബർ ആ ഒരു ടൈമിൽ തന്നെ എന്താ JCA-യുടെ എക്സാം ഉണ്ടാവും. അതുപോലെ CSEB-യുടെ എക്സാം ഉണ്ട് ഏപ്രിലിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെ തിരക്കേറിയ വർഷമാണ്. നമുക്ക് എന്താ വെറുതെ ഇരിക്കാൻ ടൈമില്ല, നന്നായിട്ട് തന്നെ പഠിക്കുക, മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ PSC-യിൽ സംബന്ധിച്ച് JCA ആണെങ്കിലും കെയർഫിഡ് ആണെങ്കിലും ഒക്കെ സംബന്ധിച്ച് ഏത് ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുപോലെ CSEB-നെ സംബന്ധിച്ച് ഏത് ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏത് രീതിയിലാണ് പഠിക്കുന്നതെന്നൊക്കെ നിങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതനുസരിച്ച് പഠിക്കുക. ഇപ്പൊ എൻട്രിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റർ വഴി കറക്റ്റ് ആയിട്ട് ഉള്ളൊരു മെത്തേഡും ടെക്നിക്കൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന കോപ്പറേറ്റീവ് ലോയിൽ നിന്നുള്ള കുറച്ച് എക്സാംസിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു മാർക്ക് നമുക്ക് എന്താ ഏതായാലും ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ എടുക്കുന്നത്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ JCA-യുടെ ആണെങ്കിലും CSEB-യുടെ ആണെങ്കിലും ഏതൊരു എക്സാം ആണെങ്കിലും നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JCA-യുടെയും അതുപോലെ തന്നെ CSEB-യുടെയും ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളത് വേഗം ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് CSEB ആൻഡ് കോപ്പറേറ്റീവ് ലോയുടെ CSEB-യിലെ കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? RJB അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വൺസ് ഇൻ എവറി. അതായത് നമ്മൾ ഈ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിനെ എപ്പോഴൊക്കെയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ എവറി ഇയർ, ഓപ്ഷൻ ബി എവറി 6 months കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ, ഓപ്ഷൻ സി 3 years കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ, ഓപ്ഷൻ ഡി 5 years 5 വർഷം കൂടുമ്പോൾ. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ദ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഷാൽ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വൺസ് ഇൻ എവറി ഇയർ ആണോ, 6 months ആണോ, 3 years ആണോ, 5 years ആണോ വരിക? വേഗം പറഞ്ഞ ആൻസർ, വേഗം പറഞ്ഞ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, 5 years. 5 വർഷം കൂടുമ്പോഴാണ് എന്താ ഈ ഒരു റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ അല്ലേ. 5 വർഷം കൂടുമ്പോഴാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, 5 വർഷം കൂടുമ്പോഴാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ്. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നമുക്കറിയാം അതിൽ എത്ര മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? അതിനേക്കാളും മുമ്പ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 28B. സെക്ഷൻ 28B-യിലാണ് ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് അല്ലേ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ഏതാണ്? സെക്ഷൻ 28B-യിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എത്ര മെമ്പേഴ്സ് കൂടാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്? അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്ര മെമ്പേഴ്സ് കൂടാൻ പാടില്ല? 2 ആണോ, 3 ആണോ, 5 ആണോ, അതോ നൺ ഓഫ് ദിസ് ആണോ? ആൻസർ വരിക ഓപ്ഷൻ ബി 3. 3 മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേര് കൂടാൻ പാടില്ല? 3 പേരിൽ കൂടാൻ പാടില്ല. ഈ 3 പേരിൽ ഒരാൾ ആരായിരിക്കും? ഒരാള് ചീഫ്, അത്
സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ഒരാളെ നിയമിക്കും. ആ 3 പേരിൽ ബാക്കി 2 പേരെ കമ്മീഷണേഴ്സ് ആയിട്ട് നിയമിക്കും. ഓക്കെ, ഒരാൾ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ, ബാക്കി 2 പേര് എന്താണ്, കമ്മീഷണേഴ്സ് ആയിരിക്കും അല്ലെ. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നമുക്കറിയാം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അതിനെ ഡയറക്റ്റ് ചെയ്യാനും അതിൽ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒരാള് സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും, ബാക്കി 2 പേര് കമ്മീഷണേഴ്സ് ആയിരിക്കും, 3 പേര് കൂടാൻ പാടില്ല. അതുപോലെ സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവണമെങ്കിൽ, കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആവണമെങ്കിൽ അയാൾ എന്തായിരിക്കണം, അതായത് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്കിന് താഴെയാവാൻ പാടില്ല. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. അങ്ങനെയുള്ളവരെയാണ് സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആക്കാൻ പറ്റുള്ളൂ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. ഓക്കെ, അതുപോലെ കമ്മീഷണേഴ്സ് ആണെങ്കിൽ അവരെന്തായിരിക്കണം, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആണ് വരുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 members ആണ് ആൻസർ ആയിട്ട് വരിക. ആ 3 members ഒരാളെ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആക്കും, ബാക്കി 2 പേര് കമ്മീഷണേഴ്സ് ആക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ആവണമെങ്കിൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. കമ്മീഷണേഴ്സ് ആണെങ്കിലോ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്, KCS ആക്ട് 1969 28B പറയുന്നത്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ചിലപ്പോൾ 28B എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നായിരിക്കും ചോദ്യം, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഏത് സെക്ഷനിലാണ് പറയുന്നതെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്ഷനും റൂൾസ് ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു സെക്ഷനിൽ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു സെക്ഷനും അതിന്റെ പേരും, അതായത് എന്താണ് ആ സെക്ഷനിൽ പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് ഡെയിലി നോക്കണം. കാരണം എന്താണ്, എത്ര സെക്ഷൻസ് ഉണ്ട്, 110 സെക്ഷൻസും അതുപോലെ 201 റൂൾസും ഉണ്ടല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഏതാണ് ഫസ്റ്റ് സെക്ഷൻ, എന്താണ് സെക്ഷൻ 1, എന്താണ് സെക്ഷൻ 2, എന്താണ്, അങ്ങനെ 110 പഠിക്കുമ്പോൾ കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചു വെക്കാം. പക്ഷെ ഇത് നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ തോന്നും. പക്ഷെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു 1 month ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി റിവൈസ് ചെയ്താൽ നമുക്കത് എളുപ്പമായിട്ട് വരും അല്ലെ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും എന്തായാലും ഒരു പെർഫെക്ഷൻ നേടും. അതിൽ പിന്നെ നമ്മൾ ഒരു പ്രോ ആയിട്ട് മാറും. നമുക്ക് നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും. ലോയുടെ കേസിലാണ് ലോ കുറച്ച് പാടാണ്. നമ്മൾ ആരോട് ചോദിച്ചാലും കോർപ്പറേഷനും ബാങ്കിങ് ഒക്കെ നോക്കുമ്പോൾ ലോ കുറച്ച് പാടാണ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ലോയുടെ കേസ് എടുത്ത് പറയാനുള്ള കാര്യം, ലോയുടെ സിലബസ് ഡെഫിനിറ്റ് ആണ്. അതായത് ലോയുടെ സിലബസിൽ ഈ ഒരു കാര്യം, ലോയുടെ ഇൻട്രൊഡക്ഷൻ 1904 ആക്ട്, അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടന്നത്. അതുപോലെ 1912 ആക്ട്, അത് കഴിഞ്ഞ് 1969 ആക്ട് വന്നു. പിന്നെ സെക്ഷൻസ് ആൻഡ് റൂൾസ്. ഇതിന് പുറത്തുനിന്ന് എവിടെ നിന്നും ചോദിക്കാനില്ല ലോയില്. ഇത്രയേ ചോദിക്കാനുള്ളൂ. അപ്പൊ അവിടെ സിലബസ് ഡിഫൈൻഡ് ആണ്. അതായത് സിലബസ് സിലബസിന് ഒരു ലൈൻ ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ചോദിക്കില്ല. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുൾ മാർക്സും വേണമെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ബാങ്കിങ്ങിന്റെ കേസിൽ ലോ വെച്ച് നോക്കുമ്പോൾ ബാങ്കിങ് ആണെങ്കിലും ജനറൽ കോർപ്പറേഷൻ ആയാലും കുറച്ചും കൂടി സിമ്പിൾ ആണ് പഠിക്കാൻ. ഓക്കെ, സിമ്പിൾ ആണ് സംബന്ധിച്ചു. പക്ഷെ അവിടേക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്, അവിടെ സിലബസ് വാസ്റ്റ് ആയിട്ട് കിടക്കാണ്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കോർപ്പറേഷനും ബാങ്കിങ്ങും നോക്കണ്ട എന്നല്ല. എല്ലാം ഈ കോർപ്പറേഷൻ ആയാലും ബാങ്കിങ് ആണെങ്കിലും ലോ ആണെങ്കിലും നമ്മൾ ഇപ്പൊ JCI CSEB KRFED എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3നും കോമൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അക്കൗണ്ടിങ് കഴിഞ്ഞ പ്രാവശ്യം JCI ഉണ്ടായില്ല, ഇപ്രാവശ്യം പറയുമോ ഒന്നും അറിയില്ല. അക്കൗണ്ടിങ്ങും മെയിൻ സബ്ജക്ട് തന്നെയാണ്. പക്ഷെ ഈ 3 എണ്ണം ഈ പറഞ്ഞ 3 എക്സാംസിനും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അത് കുറച്ചും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ലോയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറഞ്ഞത് മാർക്ക് അവിടെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ബാങ്കിങ്ങൊക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതായത് ലോ വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അവിടെ വാസ്റ്റ് സിലബസ്. അപ്പൊ മാക്സിമം അപ്ഡേഷൻസ് കുറെ വരും. അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക ബാങ്കിങ്ങിൽ. അതാണ് ബാങ്കിങ്ങിന്റെ കേസിൽ ചെയ്യേണ്ടത്. ജനറൽ കോർപ്പറേഷൻ ആണെങ്കിലും ഇപ്പൊ ലോയൊക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാണ്ടിരിക്കരുത്. റിവൈസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പിന്നെ
ഇപ്പൊ JCA എക്സാം നോക്കിക്കഴിഞ്ഞാൽ 8 മാസം ഉണ്ടല്ലേ. അതുപോലെ ഏപ്രിൽ നടക്കുന്ന എക്സാം നോക്കിയാൽ 2 months ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് 3 മെമ്പേഴ്സ് കൂടാൻ പാടില്ല. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 28B ആണ് സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് മന്ത്സ് ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മന്ത്സിനുള്ളിലാണ് എന്താ ഈ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ 3 months, ഓപ്ഷൻ ബി 6 months, ഓപ്ഷൻ സി 9 months, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months, 6 മാസത്തിനുള്ളിൽ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വയ്ക്കണം. ഓക്കെ, 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉറപ്പായിട്ടും വച്ചിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യങ്ങൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിലും ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിലൊക്കെ അവയെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കണം. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എത്ര മന്ത്സിനുള്ളിൽ? 3 months, 3 monthsനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തണം. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗോ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ വയ്ക്കണം. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർച്ചേസ് ബുക്ക് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ എ പീരീഡ് ഓഫ്. പർച്ചേസ് ബുക്ക് നമുക്കറിയാം, അക്കൗണ്ട്സ് ബുക്ക് കുറേ അധികം അക്കൗണ്ട്സ് ബുക്ക് ഉണ്ട്. അപ്പൊ അവയൊക്കെ ചിലത് പെർമനന്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. ചിലത് 5 years, ചിലത് 3 years, ചിലത് 7 years, ചിലത് 10 years, ചിലത് 12 years, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് റൂളിലാണ് പറയുന്നത്? റൂൾ 31ലാണ് ഈ അക്കൗണ്ട്സ് ബുക്കിന്റെ പീരീഡ് നമ്മൾ അക്കൗണ്ട്സ് ബുക്ക് സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ടൈമിന്റെ പീരീഡ് പറയുന്നത് റൂൾ 31ലാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന പർച്ചേസ് ബുക്ക് ആണ്. പർച്ചേസ് ബുക്ക് ഈസ് ടു ബി മെയിൻറ്റെയിൻ ഫോർ എ പീരീഡ് ഓഫ് എത്രയാണ്? 3 years ആണോ, 5 years ആണോ, 7 years ആണോ, നൺ ഓഫ് ദിസ് ആണോ ആൻസർ ആയിട്ട് വരിക? ഇവിടെ ഏതായിരിക്കും? പർച്ചേസ് ബുക്കിന്റെ കേസിൽ പർച്ചേസ് ബുക്ക് ഈസ് ടു ബി മെയിൻറ്റെയിൻ ഫോർ എ പീരീഡ് ഓഫ് 5 years ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. 5 വർഷത്തേക്ക് ഈ ഒരു പർച്ചേസ് ബുക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം കേട്ടോ. 5 വർഷത്തേക്ക് ഈ പർച്ചേസ് ബുക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ സ്റ്റോർ കീപ്പേഴ്സ് ഡേ ബുക്കും നമ്മൾ എന്താ 5 വർഷമാണ്. അതായത് പർച്ചേസ് ബുക്കും സ്റ്റോർ കീപ്പർ ഡേ ബുക്കും നമ്മൾ എന്താ 5 വർഷത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പർച്ചേസ് ബുക്ക്, സ്റ്റോർ കീപ്പേഴ്സ് ഡേ ബുക്ക് അതുപോലത്തേക്കുള്ള ബുക്സ് 5 വർഷത്തേക്ക് നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്യണം. ഓക്കെ, നോട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കിയാൽ ചിലത് 3 years ആയിരിക്കും, ചിലത് 7 years ആയിരിക്കും. അപ്പൊ നിങ്ങളിത് പഠിക്കാനായിട്ട് ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം എല്ലാം വായിക്കാൻ നോട്ട് ചെയ്യുക. പക്ഷെ ഇന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്താ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, നിങ്ങൾ മറന്നുപോയിരിക്കും. അപ്പൊ എന്താ ജസ്റ്റ് ഒരു ബുക്കില് കോളം വൈസ് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. അതായത് നമ്മളറിയാം എന്താ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നതാണല്ലേ, ജേർണലിൽ എന്താ ട്രാൻസാക്ഷൻസ് അവ നടന്ന അതേ ഓർഡറിൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞ് ലെഡ്ജറിൽ വരുമ്പോൾ എന്താ കാറ്റഗറൈസ് ചെയ്യും ഓരോ ഐറ്റം ആയിട്ട്. അപ്പൊ നമുക്ക് എന്താ പെട്ടെന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഓരോ ഐറ്റത്തിന്റെ ഒക്കെ എല്ലാം ഒരു രീതി കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്താ അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അതുപോലെ പിന്നെ ട്രയൽ ബാലൻസ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതൊക്കെ ബാലൻസ് ഷീറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്തൊക്കെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്താ അതിൽ നോക്കിയ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ കോളം വൈസ് കോളം ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. അതായത് 3 yearsലേക്കുള്ള ബുക്സ് ഏതൊക്കെയാണ്, അതുപോലെ നെക്സ്റ്റ് 5 yearsലേക്കുള്ള ബുക്ക് ഏതാണ്, അതുപോലെ 7 yearsലുള്ള ബുക്ക് ഏതാണ്. അപ്പോൾ 3 yearsന്റെ താഴെ 1, 2, 3 അങ്ങനെ പറഞ്ഞ് ബുക്സ് പേര് എഴുതുക. 5 yearsന്റെ കീഴിൽ 5 വർഷത്തേക്ക് നമ്മൾ സൂക്ഷിക്കേണ്ട ബുക്സ് ഏതാണ് അവിടെ എഴുതുക. അതുപോലെ പെർമനന്റിന്റെ കേസിൽ പെർമനന്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ബുക്സിന്റെ പേര് അങ്ങനെ എഴുതി വെക്കുക. അപ്പൊ ജസ്റ്റ് എന്താ അടുത്ത ദിവസം, അതായത് ചിലപ്പോൾ 2 days ഗ്യാപ്പിന് 3 days ഗ്യാപ്പിനൊക്കെ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞ് നമ്മൾ ആ പേജിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവും. ജസ്റ്റ് എന്താ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കോളം വൈസ് കോളം ആയിട്ടൊക്കെ കൊടുത്തേക്കണോണ്ട് പെട്ടെന്ന് നമുക്ക് എന്താ ഗ്രൂപ്പ് വൈസ് ആയിട്ട് പഠിച്ച് പെട്ടെന്ന് മനസ്സിൽ കയറും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഈ ഒരു കേസിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെയും പറഞ്ഞു, കോർപ്പറേഷന്റെ കേസിലും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ കമ്മീഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ടെക്നിക്ക് കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് അക്കൗണ്ടിങ് ബുക്സ് ആർ ടു ബി കെപ്റ്റ് ഫോർ പെർമനന്റ്? അതായത് പെർമനന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക് തന്നെയാണ്. പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിസർവ് ഫണ്ട് ലെഡ്ജർ, ഓപ്ഷൻ ബി റെസിപ്റ്റ് ബുക്ക്, ഓപ്ഷൻ സി ലയബിലിറ്റി രജിസ്റ്റർ, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഏതാണ് ആൻസർ വരിക? ഏതായിരിക്കും? റിസർവ് ഫണ്ട് ലെഡ്ജർ ആണോ, റെസിപ്റ്റ് ബുക്ക് ആണോ, ലയബിലിറ്റി രജിസ്റ്റർ ആണോ, ബോത്ത് ബി ആൻഡ് സി ആണോ? ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി ആണ്. അതായത് റെസിപ്റ്റ് ബുക്കും ലയബിലിറ്റി രജിസ്റ്ററും എന്താ നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ബുക്കാണ് റെസിപ്റ്റ് ബുക്കും ലയബിലിറ്റി രജിസ്റ്ററും. ഇവ മാത്രമല്ല പിന്നെ ഏതൊക്കെയാണ് പറഞ്ഞേ? മിനിറ്റ്സ് ബുക്ക്, അതുപോലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അതൊക്കെ നമ്മൾ എന്താ പെർമനന്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ബുക്സ് ആണ്. ഓക്കെ, ജനറൽ ലെഡ്ജർ ഇവയൊക്കെ നമ്മൾ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ബുക്സ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ റെസിപ്റ്റ് ബുക്കും ലയബിലിറ്റി രജിസ്റ്ററും നമ്മൾ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ബുക്സ് ആണ്. അതുപോലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, മിനിറ്റ്സ് ബുക്ക്, ബൈലോസിന്റെ ബുക്ക്, അതൊക്കെ നമ്മൾ പെർമനന്റ് ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട അക്കൗണ്ടിങ് ബുക്സ് ഒക്കെ നിങ്ങൾ എന്താ ഞാൻ നേരത്തെയും പറഞ്ഞു, ഒരു ടേബിളിൽ അത് മാത്രമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ 1-2 അല്ലെങ്കിൽ 3 days ഗ്യാപ്പ് ഇതിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് മനസ്സിൽ കയറും, പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് വൈസ് കാറ്റഗറൈസ് ചെയ്ത് പഠിക്കണോണ്ട് ഒരുമിച്ച് വരുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എനി മെമ്പർ ഓഫ് എ കമ്മിറ്റി മേ may tender his resignation to the president of the committee. അതായത് ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഏത് മെമ്പർ ആണെങ്കിലും പ്രസിഡന്റിനാണ് എന്താ കൊടുക്കേണ്ടത്? എന്ത്? റെസിഗ്നേഷൻ. അപ്പൊ അത് എങ്ങനെയായിരിക്കും? എലക്റ്റഡ്. ഓപ്ഷൻ എ എലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് മാത്രം, ഓപ്ഷൻ ബി നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് മാത്രം, ഓപ്ഷൻ സി ഐദർ എ ഓർ ബി. എലക്ട് ചെയ്യപ്പെട്ടവരോ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാവാം, അവർ രണ്ടുപേരും പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? എനി മെമ്പർ ഓഫ് എ കമ്മിറ്റി മേ ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ ടു ദ പ്രസിഡന്റ് ഓഫ് ദ കമ്മിറ്റി. ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഐദർ എ ഓർ ബി. സി ആണ് ആൻസർ ആയിട്ട് വരിക. അതായത് എലക്ട് ചെയ്യപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിക്കോട്ടെ, ഏത് മെമ്പർ ആണെങ്കിലും എന്താ റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ ആർക്കാ കൊടുക്കണ്ടേ? പ്രസിഡന്റിനാണ് ആ ഒരു മെമ്പർ കൊടുക്കണ്ടേ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കാം. അതായത് എനി എലക്റ്റഡ് മെമ്പർ അല്ലെങ്കിൽ നോമിനേറ്റഡ് മെമ്പർ എന്ന് പറഞ്ഞ് ചോദിക്കാം. മെമ്പർ ഓഫ് എ കമ്മിറ്റി മേ ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ ടു ഡാഷ് ഓഫ് ദ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ എന്താ? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ ചെയ്യുമ്പോൾ ഇൻഫോം ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ പ്രസിഡന്റിനെ ഇൻഫോം ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് കൊടുക്കുന്നെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം? കമ്മിറ്റീനെ വിളിച്ചു വരുത്തിയിട്ട് കമ്മിറ്റിയിൽ എന്താ ഇങ്ങനെ റെസിഗ്നേഷൻ തന്നു എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്ത് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. ഇപ്പോ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ് എന്താ റെസിഗ്നേഷൻ കൊടുത്തെങ്കിൽ ആ മെമ്പറിനെ ഏത് അതോറിറ്റി ആണോ നോമിനേറ്റ് ചെയ്തത് ആ അതോറിറ്റിനെ അറിയിച്ച് അവരായിട്ട് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കണം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. നോമിനേറ്റഡ് മെമ്പേഴ്സിന്റെ കേസിലാണെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം? ആ അതോറിറ്റിനെയാണ് ഇൻഫോം ചെയ്ത് മീറ്റിംഗ് വെക്കേണ്ടത് അതോറിറ്റിയുടെയാണ്. ഇപ്പൊ മറ്റേ എലക്റ്റഡ് മെമ്പേഴ്സിന്റെ ആണെങ്കിലോ കമ്മിറ്റീനെ വിളിച്ചു വരുത്തിയാണ് പറയേണ്ടത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 7th ക്വസ്റ്റ്യൻ. PSPF ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. നമുക്കറിയാം അല്ലെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ഓപ്ഷൻ എ അപ്പെക്സ് സൊസൈറ്റി, ഓപ്ഷൻ ബി സെൻട്രൽ സൊസൈറ്റി, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ആരായിരിക്കും PSPF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക? അതിനു മുമ്പ് PSPF പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 44. സെക്ഷൻ 44ലാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റി പറയുന്നത് അല്ലേ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്ത ആരായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും? നമുക്ക് നോക്കാം. PSPF ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ, ആൻസർ വരിക ഓപ്ഷൻ എ അപ്പെക്സ് സൊസൈറ്റി ആണ് അല്ലെ? അപ്പെക്സ് സൊസൈറ്റി ആണ് PSPF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 44ലാണ് എന്താ ഈ ഒരു PSPFനെ പറ്റി പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്താ കൊടുത്ത പണം വെച്ചിട്ട് എന്താ അപ്പെക്സ് സൊസൈറ്റീസ് ഒരു ഫണ്ട് കൊണ്ടുവന്നു. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് വെച്ച് എന്താ ചെയ്യണേ? ബാക്കിയുള്ള സൊസൈറ്റീസിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ ചെയ്യും. അതുപോലെ അപ്പോ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്. അതെന്താണ്?
അതായത് ഈ അപ്പെക്സ് സൊസൈറ്റി ആർക്കാ കൊടുക്കുന്നത്? സെൻട്രൽ സൊസൈറ്റീസ്ക്കാണ് ഫണ്ട് കൊടുക്കുന്നത്. സെൻട്രൽ സൊസൈറ്റീസിനാണ് ഫണ്ട് കൊടുക്കുക. ആ സെൻട്രൽ സൊസൈറ്റി എന്ത് ചെയ്യും? ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് ആ ഒരു കിട്ടിയ പണം ഉപയോഗിച്ച്, അതായത് PSPF വഴി അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിക്ക് പൈസ കൊടുക്കും. അപ്പൊ അവർ ആ പൈസ വെച്ച് എന്ത് ചെയ്യും? ആ പൈസ വെച്ച് ഒരു ഫണ്ട് രൂപീകരിക്കും. അതാണ് സബ്സിഡറി പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് സെക്ഷൻ 45 പറയുന്നത് കേട്ടോ. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ പറ്റി സെക്ഷൻ 45 അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? സെൻട്രൽ സൊസൈറ്റി ആണ്. അപ്പൊ PSPAPF അപ്പെക്സ് സൊസൈറ്റിയും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെൻട്രൽ സൊസൈറ്റിയും ആണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. നോട്ട് ചെയ്യുക. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയാലും സെൻട്രൽ സൊസൈറ്റി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മെയിൻ ആയിട്ട് ഷെയർസ് പർച്ചേസ് ചെയ്യാൻ, ബാക്കി സൊസൈറ്റീസിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഇവർക്ക് ബാക്കി ഇപ്പൊ അപ്പെക്സ് സൊസൈറ്റിക്ക് ആണെങ്കിലും ഷെയർസ് പർച്ചേസ് ചെയ്യാൻ, സെൻട്രൽ സൊസൈറ്റിക്ക് ആണെങ്കിലും ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർക്ക് ആരുടെ അപ്രൂവൽ വേണം? ഗവൺമെന്റിന്റെ അപ്രൂവൽ, റിട്ടൺ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്താ ഇങ്ങനെ ഫണ്ടിൽ നിന്ന് കിട്ടിയ എമൗണ്ട് വെച്ച് അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അതും നോട്ട് ചെയ്യുക. ആ ഒരു കേസ് സെക്ഷൻ 46 പറയുന്നത് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണമെന്ന്, റിട്ടൺ ആയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവൽ കിട്ടണമെന്ന് സെക്ഷൻ 46 പറയുന്നത്. ഓക്കെ, അപ്പൊ PSPF എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? അപ്പെക്സ് സൊസൈറ്റി ആണ്. ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ പൈസ വെച്ച് അപ്പെക്സ് സൊസൈറ്റി ആണ് PSPF എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് വെച്ചിട്ട് എന്താ സെൻട്രൽ സൊസൈറ്റിക്ക് പൈസ കൊടുക്കും. അതുപോലെ തന്നെ എന്താ ഷെയർസ് പർച്ചേസ് ചെയ്യും. ഓക്കെ, സെൻട്രൽ സൊസൈറ്റി ഈ ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ കിട്ടിയ പൈസ വെച്ച് തുടങ്ങുന്ന ഒരു ഫണ്ടാണ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് സെക്ഷൻ 45 പറയുന്നത് കേട്ടോ. അവിടെയും സെൻട്രൽ സൊസൈറ്റി എന്താ മെയിൻ ആയിട്ട് ഈ ഷെയർസ് ബാക്കി സൊസൈറ്റീസിന്റെ കയ്യിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യും. അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ അപ്പെക്സ് സൊസൈറ്റിക്ക് ആണെങ്കിലും സെൻട്രൽ സൊസൈറ്റിക്ക് ആണെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താ അതിന് മുമ്പ് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ കിട്ടണം, റിട്ടേൺ അപ്രൂവൽ കിട്ടിയിരിക്കണം. ഓക്കെ, നോട്ട് ചെയ്യാം. നമുക്കപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ ഡാഷ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻഡ്. അതായത് ഈ ഒരു ഫണ്ട് മാത്രമല്ലാതെ ബാക്കി ഒന്നും വെച്ചിട്ടുണ്ട് ഡിവിഡൻഡോ ബോണസോ ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പേ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ഡാഷ് ഓഫ് എ സൊസൈറ്റിയുടെ ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ഫണ്ട് മാത്രം ആണ് നമുക്ക് എന്താ വെച്ച് മാത്രമാണ് എന്താ ബോണസും ഡിവിഡൻഡൊക്കെ നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒന്നും വെച്ച് എന്താ സൊസൈറ്റിക്ക് ബോണസും ഡിവിഡൻഡ് ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു പാർട്ട് മാത്രമാണ് എന്താ ബോണസും ഡിവിഡൻഡ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അത് ഏതാണ്? ഈ സൊസൈറ്റിയുടെ ഏത് ഫണ്ട് ആയിരിക്കും? ഓപ്ഷൻ എ ജനറൽ റിസർവ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി സ്പെസിഫിക് റിസർവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരിക? നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ ഏതാണ്? ജനറൽ റിസർവ് ആണോ, സ്പെസിഫിക് റിസർവ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, നൺ ഓഫ് ദിസ് ആണോ വരിക? ആൻസർ വരിക നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ. നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാണ്ട് വേറൊരു പാർട്ടും വെച്ചെന്താ നമുക്ക് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ എ ബോണസ് ഓർ ഡിവിഡൻഡോ കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോ പാർട്ട് ഓഫ് ഫണ്ട്സ് അതർ ദാൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻഡ്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. അത് മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാമിന്. CSEB-യിലൊക്കെ 2-3 പ്രാവശ്യം ഇത് ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സെക്ഷൻ ഡീൽ വിത്ത് ദ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിന്റെ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഏത് സെക്ഷൻ ആണ്? ഇതില് ഏത് സെക്ഷൻ ആയിരിക്കും? ഓപ്ഷൻ എ സെക്ഷൻ 71, ഓപ്ഷൻ ബി സെക്ഷൻ 72, ഓപ്ഷൻ സി സെക്ഷൻ 73, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഏത് സെക്ഷൻ ആണ് ലിക്വിഡേറ്ററുടെ പവേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്? ഏത് സെക്ഷൻ ആയിരിക്കും? 71 ആണോ, 72 ആണോ, 73 ആണോ? ഞാൻ പറഞ്ഞു സെക്ഷനും റൂൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂൾ ആണെങ്കിലും ഏത് റൂളും സെക്ഷൻസ് ഒക്കെ മെയിൻലി എന്താണ് ടോപ്പിക് വരുന്നതെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു ചോദ്യം ഈ ഒരു ടൈപ്പിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് സെക്ഷനോ റൂളോ ബേസ് ചെയ്ത് പേര് വെച്ച് ഈ ഒരു ടോപ്പിക് ഏത് ടോപ്പിക്കാണ് അതിൽ ഡീൽ ചെയ്യുന്നതെന്ന് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ ഏത് ആൻസർ വരിക? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി 73 ആണ്. സെക്ഷൻ 73-ലാണ് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ വരിക. അപ്പൊ സെക്ഷൻ 71-ലോ 71-ല് ബൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി ആണ് എന്താ 71-ൽ വരിക. 72-ല് ലിക്വിഡേറ്ററിനെ പറ്റിയാണ്. 73-ലാണ് എന്താ ഒരു പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ 73-ലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ 71,
വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ് 72 സെക്ഷൻ 72 ലിക്വിഡേറ്ററിനെ സംബന്ധിച്ച്, സെക്ഷൻ 73യോ ലിക്വിഡേറ്ററിന്റെ പവറിനെ സംബന്ധിച്ച്. അതുപോലെ നമ്മൾ ഈ ഒരു വൈൻഡിങ് അപ്പിന് മുമ്പ് വൈൻഡിങ് അപ്പ് തീരുമാനിക്കുമ്പോഴാണ് എന്താ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർക്ക് എന്താ മീറ്റിംഗ് വിളിക്കാനുള്ള റൈറ്റ്സ് ഒക്കെ പവറൊക്കെ ഉണ്ട്. അതുപോലെ വൈൻഡിങ് അപ്പ് നടക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ എന്താ ഒരു മീറ്റിംഗ്, ലാസ്റ്റ് മീറ്റിംഗ് നടത്തേണ്ടത് ആരാണ്? ലിക്വിഡേറ്റർ ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ലിക്വിഡേറ്ററിന്റെ ടേം എത്രയാണ്, അതുപോലെ ലിക്വിഡേറ്റർ എത്ര വർഷം കൊണ്ടാണ് ഈ ഒരു നമ്മുടെ ലിക്വിഡേഷൻ ഈ ഒരു കേസ് സോൾവ് ചെയ്യേണ്ടത്, അതൊക്കെ അതായത് ഈ ഒരു വൈൻഡിങ് അപ്പ് പൂർത്തീകരിക്കേണ്ട എത്ര വർഷം കൊണ്ടാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക. ലിക്വിഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഓഫ് മെമ്പർ ഓഫ് ട്രിബ്യൂണൽ ഷാൽ ബി ഡിസൈഡഡ് ബൈ, അതായത് ട്രിബ്യൂണലിന്റെ മെമ്പറുടെ ടേം ആരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി രജിസ്ട്രാർ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? ടേം ഓഫ് ട്രിബ്യൂണൽ, ട്രിബ്യൂണലായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 81. സെക്ഷൻ 81 ട്രിബ്യൂണലായിട്ട് ഡീൽ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് സെക്ഷൻ 81 നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സെക്ഷൻ 81 ട്രിബ്യൂണലായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 81 അവിടെ എന്താ പറയുന്നത്? ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ട്രിബ്യൂണലിന്റെ ടേം ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണോ, രജിസ്ട്രാർ ആണോ, ഗവൺമെന്റ് ആണോ, അതോ ഇവര് മൂന്നുപേരും കൂടിയാണോ? ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് ട്രിബ്യൂണലിന്റെ ടേമും സാലറിയും ഒക്കെ ടേമും സാലറിയും ഒക്കെ ആരാ ഡിസൈഡ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ്. നോട്ട് ചെയ്ത് നോക്കുക. ടേം മാത്രമല്ല സാലറിയും അതുപോലെ അലവൻസസ് ഒക്കെ ട്രിബ്യൂണലിന്റെ ടേം, സാലറി, അലവൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ട്രിബ്യൂണൽ ഏത് സെക്ഷൻ 81 എന്താ പറയുന്നത്? നോട്ട് ചെയ്യുക. അതുപോലെ ട്രിബ്യൂണലിന്റെ ഹെഡ് ഓഫീസ് കേരള സ്റ്റേറ്റ് ട്രിബ്യൂണലിന്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്, തിരുവനന്തപുരത്താണ് ഹെഡ് ഓഫീസ് വരുന്നത്. നോട്ട് ചെയ്യുക. അതുപോലെ അവിടുത്തെ ടൈമിങ്ങും നിങ്ങൾക്ക് മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അതായത് 10:15 കേരളത്തിലെ ട്രിബ്യൂണൽ ഓഫീസിന്റെ ടൈം, ഓഫീസ് ട്രിവാൻഡ്രത്താണ്. 10:15 to 5:15 PM, 10:15 AM to 5:15 PM ആണ് ടൈം വരുന്നത്. ടൈമും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ സൺഡേയും ഗവൺമെന്റ് ഹോളിഡേയ്സും ഒഴിച്ച് ബാക്കി എല്ലാ ഡേയ്സും എന്താ വർക്കിംഗ് ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ഒരു ടൈപ്പ്. ഇങ്ങനെ നിങ്ങൾ എല്ലാം എന്താ നല്ല ആഴത്തിൽ പഠിച്ചു പോയാലേ പറ്റുള്ളൂ. കാരണം CSEBിലും ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ എവിടെയും കൂടി ഉണ്ട് PSC എക്സാംസ് വരുന്നുണ്ട്. അവിടെ JCE ഒക്കെ പഠിക്കുമ്പോൾ നമ്മളെല്ലാം മുക്കും മൂലയും എന്താ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ട്രിബ്യൂണൽ സെക്ഷൻ 81 പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് ആണ് എന്താ ട്രിബ്യൂണലിന്റെ ടേം, സാലറി, അലവൻസ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ ട്രിബ്യൂണലിന്റെ കേരളത്തില് ഹെഡ് ഓഫീസ് എവിടെയാണ് വരുന്നത്? ട്രിവാൻഡ്രത്താണ്. അതുപോലെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 10:15 AM to 5:15 AM ആണ്. സൺഡേയും അതുപോലെ ബാങ്ക് ഹോളിഡേയ്സും ഒഴിച്ച് ബാക്കി എല്ലാ ഡേയ്സും എന്താ വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഫീ ഫോർ അഫിലിയേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അതായത് മിനിമം ഫീ ഫോർ അഫിലിയേഷൻ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എത്രയാണ്? ഓപ്ഷൻ എ ₹100, ഓപ്ഷൻ ബി 300, ഓപ്ഷൻ സി 250, ഓപ്ഷൻ ഡി ₹75. അപ്പൊ എത്രയായിരിക്കും വരിക? മിനിമം ഫീ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള അഫിലിയേഷനുള്ള മിനിമം ഫീ എത്രയായിരിക്കും? ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? അതിനേക്കാളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 18A. സെക്ഷൻ 18A എന്താ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. CCU ആണ് സെക്ഷൻ ഏതാ? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണ് സെക്ഷൻ 88. സെക്ഷൻ 18A സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പൊ അവിടെ മിനിമം ഫീ എത്രയാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ₹100 ആട്ടോ. മിനിമം ഫീ ഫോർ അഫിലിയേഷൻ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ₹100. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ₹100 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ CSEB ഷാൽ ബി വാലിഡ് ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദ സെയിം ബൈ സൊസൈറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത എത്ര ഡേയ്സ് വരെയാണ്, അല്ലെങ്കിൽ എത്ര മന്ത്സ് അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് വരെയാണ് ഒരു റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാവുക? ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 5 years, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പൊ എത്രയായിരിക്കും? എത്ര വർഷമായിരിക്കും? The rank list published by CSEB shall be valid for a period of, ആൻസർ വരിക എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ, 2 years from the date of publication of the same by സൊസൈറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 2 വർഷത്തേക്ക് എന്താ ആ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, നോട്ട് ചെയ്താക്കിയ. അപ്പൊ നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ
നിങ്ങൾക്ക് എന്താ 2 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, സൊസൈറ്റിയിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ CSEB ഷാൽ ബി വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദ സെയിം ബൈ ദ സൊസൈറ്റി. ഓക്കെ, ഈ ഒരു റൂളും സെക്ഷനൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു എല്ലാ ടോപ്പിക്സും നന്നായിട്ട് കവർ ചെയ്ത് പോവുക. കാരണം ഇപ്പൊ നമ്മൾ വിട്ട് കളയുന്ന കഴിഞ്ഞ എക്സാമിനെ കണ്ടു റൂളിൽ ചില ഭാഗങ്ങൾക്ക് നമ്മൾ എന്താ അത് വിട്ട് കളയാം, അത് ചോദിക്കില്ലായിരിക്കും എന്ന് പറഞ്ഞ് പാടായോണ്ട് വിട്ട് കളയും. അല്ലെങ്കിൽ കുറെ പഠിച്ചോണ്ട് എന്താ ലാസ്റ്റ് റൂൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ ഇത്രയും പഠിച്ച എല്ലാം ഓർത്തു വെക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വിട്ട് കളയും. അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഒരിക്കലും ലോയുടെ കേസിൽ ഒരു ടോപ്പിക്കും വിട്ട് കളയരുത്. അതുപോലെ നമ്മൾ എന്താ റിവൈസ് ചെയ്തോണ്ടേ ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The examination board shall consist of not more than dash members. അതായത് എക്സാമിനേഷൻ ബോർഡ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിൽ എത്ര മെമ്പേഴ്സ് വരെയാവാം? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ എത്ര മെമ്പേഴ്സ് ആവാം ഈ ഒരു എക്സാമിനേഷൻ ബോർഡിൽ? എത്ര മെമ്പേഴ്സിനാണ് പറ്റുക എക്സാമിനേഷൻ ബോർഡിൽ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ ആയിട്ട് വരിക? ഇവിടെ ആൻസർ ആയിട്ട് വരിക ഏതാണ്? എയും അല്ല, ബിയും അല്ല, സി ആട്ടോ. 3 members. The examination board shall consist of സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിന്റെ മെമ്പേഴ്സിൽ എത്ര മെമ്പേഴ്സ് ആവാം? കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 members. 3 members കൂടാൻ പാടില്ല. 3 members ആണ് എന്താ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിൽ വേണ്ടത്. അവരായിരിക്കും എക്സാംസ് ഒക്കെ ഈ സൊസൈറ്റിയിലേക്കൊക്കെ ജൂനിയർ ക്ലർക്കിലും അതിനെ എബവ് ആയിട്ടുള്ള പൊസിഷനിലേക്കുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് എക്സാമിനേഷൻ ബോർഡാണ്. അവിടെ 3 members ആണ് എന്താ ആ ഒരു 3 members കൂടാൻ പാടില്ല. എക്സാമിനേഷൻ ബോർഡിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 members കൂടാൻ പാടില്ല. നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ നമ്മുടെ എക്സാം അടുത്തോണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ വർഷം നമുക്ക് എന്താ ഒരു ഏപ്രിൽ എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ സെപ്റ്റംബർ ടു നവംബറിലിടയ്ക്ക് JCE ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു CSEB എക്സാമും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കേരള ബാങ്ക് ജൂനിയർ ക്ലർക്കിന്റെ എക്സാം വരും. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറുടെയും എക്സാം വരുന്നതായിരിക്കും. കൺഫർമേഷൻ എല്ലാവരും കൊടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടി നന്നായിട്ട് തന്നെ ഇത് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ എൻട്രിയുടെ ടീം നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ എൻട്രി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ ക്ലാസ്സസും എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വീക്ക്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അനാലിസിസ് ഉണ്ടാവും. അതുപോലെ റെക്കോർഡഡ് വേർഷനും ഉണ്ടാവും അനാലിസിസിൻ്റെ. അതായത് ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് എന്താ ഓരോ ടോപ്പിക്സിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് അതിലെ ഓപ്ഷൻസും എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻസർ എങ്ങനെ വന്നു അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വീക്ക്ലി ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പിന്നെ 24/7, അതായത് 24 മണിക്കൂർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെന്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻട്രി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ JCAയുടെയും CSEBയുടെയും ഞാൻ നേരത്തെയും പറഞ്ഞു ക്വസ്റ്റ്യൻസ് താഴെ കാണുന്ന ലിങ്കിലുണ്ട്. അപ്പോൾ വേഗം തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് JCAയുടെയും CSEBയുടെയും ക്വസ്റ്റ്യൻസ് നോക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.